ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മൾ കുറേ കാലം വീഡിയോ ഇട്ടാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലോ റാമുള്ള ഫോണിൽ, അത് 3GB റാമുള്ള ഫോണിലാണെങ്കിൽ പോലും നമുക്ക് കളിക്കാൻ പറ്റുന്ന അടിപൊളി ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമാണ്. ഇത് MB എത്രയായിരുന്നു MB സംഭവമൊക്കെ നമ്മൾ ഈ വീടിൻ്റെ ലാസ്റ്റ് ഈ ഗെയിമിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ ട്രക്സ് ഓഫ് യൂറോപ്പ് 3 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗ്രാഫിക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഇത് കിടക്കാണ്ട് മീഡിയമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് തന്നെ ഇജാതി ഗ്രാഫിക്സ്. അതിൻ്റെ അൾട്ര വരെയുണ്ട്, അൾട്ര അല്ല കസ്റ്റമൈസേഷൻ വരെയുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് എന്താ ഏറ്റവും ഇഷ്ടമായിട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾക്കിനി തൊട്ട് നമ്മളൊരു വണ്ടിയുടെ മുതലായിട്ട് നമ്മുടെ ഈ ഗെയിമിൻ്റെ ഉണ്ടാകും ഗൈസ്. ഈ ഗെയിം ഞാനിപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കളിക്കാൻ വെച്ചു. ഇത് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. അപ്പോൾ കളിക്കാത്തവർക്ക് വേണ്ടിയാണ് ഗൈസ്. ഇത് വലിയ MB ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എന്നെ എത്ര MB ആണ് ഞാൻ കൊടുത്തേക്കാം ഗൈസ്. പിന്നെ ഇത്ര അടിപൊളി ഒരു ഗെയിമാണ് ഗൈസ്. ഇതൊരു 9 മിനിറ്റുള്ള വീഡിയോ ആണ്. ഫുള്ളിരുന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ ഫ്രണ്ട്സിന് എത്തിച്ചു കൊടുക്കുക. കാരണം ലോ റാമുള്ള 3GB റാമുള്ള ഫോണിൽ വരെ നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ് ഗൈസ്. ഇത് എൻ്റെ അത്ര സ്പേസും ഇല്ല, എൻ്റെ കുറേ ഗെയിമായിട്ട് സ്റ്റെക്കായി കിടക്കണം. പക്ഷേ ഈ ഗെയിം കളിക്കാൻ നേരത്ത് വലിയ സ്റ്റെക്കൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും ഗ്രാഫിക്സിൽ ഇത്ര അടിപൊളി ഒരു ഗൈസ്. ഇത് ഭയങ്കര റിയലിസ്റ്റിക്കാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റും. ഇപ്പം നമ്മൾ ഉറങ്ങാൻ പറ്റും, വണ്ടി കഴുകാൻ പറ്റും, വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റും. താഴെ നമ്മുടെ പെട്രോളും വണ്ടിയുടെ ഡാമേജും പിന്നെ നമ്മുടെ സ്ലീപ്പൊക്കെ കാണിക്കാം ഗൈസ്. ഈ കീ ഉണ്ടോ, ഇതിൽ കൂടെ നമുക്ക് വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്യാം, സാറ്റലൈറ്റ് ഇടാം, പിന്നെ ട്രെയിലർ ഡിസ്കണക്ട് ചെയ്യാം, പിന്നെ നമുക്ക് ഇറങ്ങി നടക്കാം, പിന്നെ നമുക്ക് വിൻഡോ പൊക്കാം, വിൻഡോ താത്താം, പിന്നെ നെറ്റ് ഓൺ ആക്കിയിട്ട് വേണം. നെറ്റ് ഓൺ ആക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടും വെക്കാം. നമുക്ക് സെർച്ച് ചെയ്യുമല്ല, അല്ലാണ്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ആ പ്ലേലിസ്റ്റിലെ പാട്ട് കേൾക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ഒരു 9 മിനിറ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് കാണാൻ നോക്കുക. ഇത് കുറേ ഫീച്ചേഴ്സ് ഉള്ളൊരു ഗെയിമാണ്. നിങ്ങളിലേക്ക് ഇതൊക്കെ എത്തിക്കുന്നതിൽ എനിക്കൊരു റെഡ് ഹാർട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരും കാണരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ കുറേ അടിപൊളി ഗെയിംസ് നമ്മൾ ഒപ്പിച്ച് തരുന്നതായിരിക്കും ഗൈസ്. പിന്നെ നമ്മൾ അടുത്ത ദിവസം തന്നെ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ്, നമ്മളെ ലോ റാമുള്ള ഫോണിൽ പോലും നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു 5 ഗെയിംസ്, ടോപ്പ് 5 ഗെയിംസ് നമ്മൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ് എന്തായാലും. പിന്നെ ഗൈസ് നമ്മുടെ ബെസ്സീഡിൻ്റെ വീഡിയോ വരുന്നുണ്ട്. നമ്മൾ സ്റ്റോറി മോഡാണ് ബെസ്സീഡിലും, പിന്നെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ സ്റ്റോറി മോഡല്ല, എന്നാലും ഇപ്പോൾ സ്റ്റോറി മോഡായിട്ട് നടക്കുന്നതെന്ന് തോന്നുന്നു. ഇതും ഇനി സ്റ്റോറി മോഡായിട്ട് വരുന്നില്ല ഗൈസ്. നൈറ്റൊക്കെ ഉണ്ട്. പിന്നെ അതിൽ റെയിനുണ്ട്. റെയിൻ വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കുറേ കളിച്ചിട്ടുണ്ട്. അത് റെയിൻ വന്നു കഴിഞ്ഞാൽ ഡസ്റ്റ് ആകും, പിന്നെ വണ്ടി കഴുകണം, അങ്ങനെ കുറേ അലമ്പ് പരിപാടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫുള്ള സംഭവമാണ്. നന്നായി ഇഷ്ടപ്പെടും. ട്രക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും. എന്ന് വെച്ചാൽ യൂറോപ്പിലാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതുപോലത്തെ റോഡൊന്നുമില്ല. നല്ല രസമാണ് ഗൈസ്. പിന്നെ അതിൻ്റെ ബ്രേക്കും ആക്സിലേറ്ററും ത്രോട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിലും ബ്രേക്കും മറ്റൊരു ഇങ്ങനെ കൈ വെച്ച് നമ്മൾ പൊക്കി കൊടുക്കുന്നതനുസരിച്ചാണ് എൻ്റെ ത്രോട്ടിൽ പോണത്. ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കാനല്ല. അത് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്യാനും പറ്റും ഗൈസ്. പിന്നെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ പാട്ടൊക്കെ നോക്കിയിട്ട് കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ടോ, അത് നെറ്റില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് നെറ്റ് അതിൻ്റെ ആവശ്യമുണ്ട്, പക്ഷേ വലിയ നെറ്റൊന്നും എടുക്കില്ല ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം എന്ത് റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിറ്റിയിൽ പോകുന്നതെന്ന്. TS2-നെയൊക്കെ വലിയ സംഭവം. നൈറ്റിലാണ് ഈ വണ്ടിയൊക്കെ കാണാൻ നല്ല ലുക്കാണ് ഗൈസ്. ഞാൻ കുറേ കളിച്ചത്. പിന്നെ എന്തായാലും പവർ മോഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഇതിട്ട് കളിച്ചില്ല, അതിട്ട് കളിക്കണം. പിന്നെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോഡ് ടു 100 ആണ് ഗീസ്. 100 സബ്സ്ക്രൈബേഴ്സാണ് ഗീസ്. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ്. 92 സബ്സ്ക്രൈബേഴ്സായി. എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്ക് ഗൈസ്. പിന്നെ ഞാൻ ഒരു വലിയ കാര്യം പറയാം, കാരണം ഇതിനെപ്പറ്റി ഇപ്പോൾ പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡെയ്സി കാണുന്ന ഒരു
ആ ബെഡിൻ്റെ എംബ്ലത്തിൻ്റെ ഇവിടെ ഒരു മാഫുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അതും പിന്നെ ഇപ്പുറത്തായിട്ട് ആ ട്രക്കിൻ്റെ ഇതും ഇതാണ് ഡാമേജ് ചെയ്യണതും. പിന്നെ ഡാമേജ് ഇങ്ങനെ പുറത്ത് കാണില്ല, ഇത് കാണാൻ പറ്റും. പിന്നെ മീറ്റർ ബോക്സ് കുറേ ടൈപ്പൊക്കെ ഉണ്ട്. പിന്നെ ഹോണുണ്ട്, ലൈറ്റുണ്ട്, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം മഴ പെയ്തില്ല, ശബ്ദം കൊടുക്കാൻ തുടങ്ങിയാൽ മഴ പെയ്തു. ഗൈസ് നമ്മുടെ BS6 ZSത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിത്തെ അല്ല, റിയൽ ലൈഫിലത്തെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചു. 1-ാം തീയതി വണ്ടി വന്നു. വണ്ടി ജിങ്കി AC ആണ്. വണ്ടി AC ചെയ്തു തിരിച്ചു വന്നു. അപ്പം ഞാൻ പോയി വ്ളോഗ് എൻ്റെ ഫേസ് കാണിക്കാൻ ലീസിന് എടുക്കണത്. ഇനി ഫേസ് കാണിച്ചെടുക്കാം. അപ്പോൾ ഭയങ്കര ചെറുതാണ്, വലിയ ലെങ്ത്തൊന്നും തിരിച്ച് ചാകാൻ പോകുന്നുണ്ട്. ലെങ്ത്തൊന്നും ഇല്ലാത്തതാണ് ഗേസ്. അതാണ് ഗേസ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തലയടിച്ച് വീഴാൻ നല്ല ടെൻഷൻ. കണ്ട ഇതിൽ പോണ പോലെ വീഴാണ്ട് സൂക്ഷിച്ചാൽ കുഴപ്പമില്ല. പിന്നെ എന്തായിരുന്നു, നമ്മൾ പറഞ്ഞത് ശരിക്കുള്ള വണ്ടിയാണ് കേസ്. അത് BS6 ആണ്. ചെറിയ വീഡിയോ ആണത്, അതുകൊണ്ട് അത് ഇടണോ വേണ്ടെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അത് ഇപ്പോൾ 15-ാം തീയതിയാണ് കേസ്. ഇന്ന് 15-ാം തീയതിയാണ്. 15-ാം തീയതി ആയിട്ട് ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ള ഞാൻ തീരുമാനം. നിങ്ങൾ പറ കേസ്, അതിൻ്റെ വ്ളോഗിൻ്റെ പോലത്തെ വീഡിയോ വേണോ എന്ന് പറയുക. പിന്നെ എല്ലാവരും എൻ്റെ ഇൻസ്റ്റ ID ഉണ്ട്, നമ്മുടെ ഇത് തന്നെയാണ് ഈ സസുര ഹോളിഡേയ്സ് ഒഫീഷ്യൽ. അതിൽ വന്ന് ട്രിപ്പ് പോകാനുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് 5-6 വണ്ടിയുണ്ട്. ഹെബ്രോണിൻ്റെ തന്നെ 49 സീറ്റ് 4-5 ഉണ്ട്. പിന്നെ അല്ല 4-5 സോറി 3 49 സീറ്റ് ഈ ZSത്രയും കൂടി കൂട്ടി. പിന്നെ ട്രാവലർ 3 ഉണ്ട്. പിന്നെ ഡൺഹിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ അവിടെ തന്നെ കിടക്കണ നമ്മുടെ വേറൊരു വണ്ടി കൂടി ഉണ്ട്. അത് 36 സീറ്റുകളാണ് ഗൈസ്. അതും ഓജസ് ബോൻ്റെയും എന്താ 36 സീറ്റർ. ഇത് ഐഷറിൻ്റെ ചേസ് ബോഡി നമ്മുടെ ഓജസിൻ്റെ ബോഡിയാണ് കേസ് വന്നേക്കണം അതിൻ്റെ അകത്ത്. ബാക്കി ഇവിടെ ഉള്ള പ്രകാശൻ കേസ്. പിന്നെ ഇതിൻ്റെ ഇത് മെയിൻ പ്രോബ്ലം ബ്രേക്ക് നമ്മൾ ഫുള്ള് കൊടുക്കണം, നേരത്തെ കൊടുക്കണം. നമ്മളിങ്ങനെ വെച്ചരച്ചുകൊണ്ടിരുന്നാൽ അതിപ്പോൾ ഒന്ന് കൃത്യമായി സൂക്ഷിക്കുക. ബി സേഫ്. ബേസ് ഇവിടെ കുറച്ച് നോയ്സ് ഉണ്ടെന്നറിയാം. മൈക്ക് വെച്ചെല്ലാം എടുക്കണം, അതുകൊണ്ട് നന്നായിട്ട് ശബ്ദം വരുന്നതെന്ന് എനിക്കറിയാം. പിന്നെന്താ ഇത്രയൊക്കെയുള്ളൂ കേസ്. നമ്മളെ ഗെയിം എൻ്റെ ബസ് സിമുലേറ്ററിൻ്റെ നമ്മൾ ബസ്സിൻ്റെ അകത്ത് നമ്മൾ 2 വണ്ടിയുടെ നമ്മുടെ ഓൾ ഇന്ത്യ ചേസ് എടുക്കണ വീഡിയോ ആയിട്ടും എൻ്റെ ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടി എടുക്കണേയും പ്രകാശിന്ന് വണ്ടി എടുക്കണേയും നമ്മളൊരു വീഡിയോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 2 വണ്ടിയുടെ ഡെലിവറി ആയിരുന്നു, ഒരു ZOne ZSത്രയും. പക്ഷെ നമ്മൾ സെറ്റാക്കിയെങ്കിലും വീഡിയോ അത് വന്നിട്ട് ഒരു ഫോട്ടോ പോലും കിട്ടിയില്ല. മൊത്തത്തിൽ എന്തോ പറ്റി ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. എന്നുവെച്ചാൽ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് ചെയ്തത്. അപ്പോൾ തന്നെ അന്ന് തന്നെ ഞാൻ വീഡിയോ വന്നിട്ടുണ്ടാവും വിചാരിച്ച് ഞാൻ ലിവറിയൊക്കെ മാറ്റിയായിരുന്നു. അതൊക്കെ ഡിലീറ്റ് അതിൻ്റെ ലിവറിയും ഡിലീറ്റ് ചെയ്യിപ്പോയി. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ചെയ്തപ്പോൾ രജിസ്റ്റർ നമ്പർ പ്ലേറ്റ് കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ വേറെ നമ്പർ പ്ലേറ്റാണ് യൂസ് കൊടുത്തേക്കണേ. ഞാൻ മൊത്തത്തിൽ കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ്. അസ്ത്രയാണ് നമ്മളൊരു അസ്ത്ര, ഒരു ZOne ആണ് ഗേസ്. 2 ഒരു റെഡ് തീമിൽ വരുന്ന സെറ്റപ്പ് സംഭവങ്ങളാണ് ഗേസ്. നല്ല നോയ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗേസ്. മഴയുടെ ഞാൻ അവിടെ ഫാൻ തന്നെയുണ്ട് ഗേസ്. ഇങ്ങനെയൊക്കെ പോയാൽ മറയാൻ നല്ല ചാൻസ് ഉണ്ട് ഗേസ്. കാണിച്ചു തരാം. ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ മറയും എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയതുകൊണ്ട് തലയടിച്ച് വീണ് ഭയങ്കര കാറ്റാണ് ഗേസ് ഇവിടെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെ എലമ്പാണ് കേസ്. ഇങ്ങനെ പെട്ട് കിടക്കും. ഇതിൽ കൂടുതലും നമ്മൾ നെറ്റ് ഓണാക്കിയിട്ട് കൂടുതലും കളിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പെട്ട പോലെ പെട്ടിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഏതാണ്ട് കഴിയാറായിട്ടുണ്ട് ഗൈസ്. വലിയ വീഡിയോ ഒന്നും അല്ല എനിക്ക് വലുതായിട്ട് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വീഡിയോ എന്തായാലും വരില്ല, അതിൻ്റെ ആ ഒരു റിവീൽ ആ സംഭവമൊന്നും വരില്ല. ഇനി എന്തായാലും വരുന്നത് നമ്മുടെ ഗൈസ് നിങ്ങൾ ഗീവ് അവേയുടെ വീഡിയോയും കൂടി ഒന്ന് പോയി കണ്ടേക്കട്ടാ, അത് കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ നിർത്താൻ പോവാണ്. നിർത്താൻ സമയമായിരിക്കുന്നു ഗൈസ്. അപ്പം ഇനി അതിൻ്റെ വീഡിയോ അല്ല, ഇനി അതിൻ്റെ ഡെലിവറിയൊക്കെ അതിന് ഓട്ടത്തിൻ്റെ വീഡിയോ ഗൈസ് വരുള്ളൂ. നമ്മുടെ BS6 ഓൾ ഇന്ത്യ പെർമിറ്റാണ് 2 വണ്ടിയും, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ചേസ് എടുത്ത് എല്ലാം ഒന്ന് പോയി കിട്ടി. അപ്പം എല്ലാവർക്കും ബായ്. വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പിന്നെ എല്ലാം ഗീവ് അവേയുടെ വീഡിയോ എല്ലാവരും CPM കളിക്കുന്നവർക്കാണ് ഈ ഗീവ് അവേ. അത് പോയിട്ട് എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ഗൈസ്.
അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ എക്സിറ്റ് അടിക്കുകയാണ്. എക്സിറ്റ് അടിച്ചല്ലേ നോക്കണം. അപ്പോൾ ബായ്.